അടുത്തത് കർക്കിടകൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടക കൂറിൽ വരുന്നത്. അഷ്ടമസ്ഥാനം കുംഭമായിട്ട് വരിക. ആ കുംഭത്തിൽ ബുധ, ശുക്ര, സർപ്പി, അതുപോലെ സൂര്യൻ ഈ ചതുർഗ്രഹ യോഗം വരുമ്പോൾ പ്രവർത്തനത്തിലൊക്കെ കുറേയേറെ വിചാരിച്ചതുപോലെയുള്ള പ്രവൃത്തി ആയിരിക്കില്ല പിന്നീട് നടത്തുക. ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ചില പ്രവൃത്തികൾ വന്നു ചേരുകയും അത് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. പുറമേ ഇവർക്ക് കുറച്ച് ശാന്തത ഒക്കെ കാണും എന്നുണ്ടെങ്കിൽ അന്തരംഗത്തിൽ അഥവാ മനസ്സിൽ വലിയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ജോലി സംബന്ധമായിട്ടും ഒക്കെ ചില മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട്. റിസർച്ച് ചെയ്യുക, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുക, ടാക്സ് ജോലികൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കഴിയുന്നത്ര ഓഫീസിലെ രാഷ്ട്രീയവും അത് തമ്മിലുള്ള ചർച്ചകളിൽ നിന്നും ഒക്കെ വിട്ടുമാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് ചില അപ്രതീക്ഷിത ചെലവുകൾ അവർക്കുണ്ടാകുന്നു. കടം എടുക്കാനേ പാടില്ല. ഈ ഒരാഴ്ച കടം എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കടം ഒരു കെണിയായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ചില ഹോർമോണൽ ഇംബാലൻസും മറ്റുമൊക്കെ ഉണ്ടായേക്കാം. ഉറക്കക്കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് പരസ്പരം തുറന്നുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമൂലം നേരത്തെ ഉണ്ടായിരുന്ന ചില സംഘർഷങ്ങളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ അതിന് വേണ്ട സ്വന്തം എഫേർട്ട് അനുസരിച്ച് എടുത്തുകൊണ്ട് വർത്തമാനം പറയാനും അത് വളരെ അമിക്കബിളായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാനും ഒക്കെ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് തിങ്കളാഴ്ച ദിവസം ശിവന് അഭിഷേകം നടത്തുക. മറ്റ് ദ്രവ്യങ്ങളെ നല്ല ജലാദി മറ്റ് ദ്രവ്യങ്ങളെ കൊണ്ടൊക്കെ അഷ്ടാഭിഷേകമായിട്ട് നടത്തുന്നു എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്.